കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് സ്വകാര്യ വ്യക്തികൾ ഓട മൂടുകയും കൈവശപ്പെടുത്തുകയും ചെയ്തതുമൂലമാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളരെ മുൻപ് മുനിസിപ്പാലിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്നും വെള്ളക്കെട്ട് മൂലം വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരികയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. ശക്തമായ വേനൽ മഴ പെയ്തപ്പോഴെല്ലാം കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. റോഡ് പുഴ പോലെയാവുകയും കടകളിലും ആശുപത്രി കോമ്പൗണ്ടിലും വെള്ളം കയറുകയും ചെയ്തു. മാസങ്ങളുടെ ഇടവേളകളിലാണ് പ്രശ്നമുണ്ടായത്. കാരണം കണ്ടെത്തി പരിഹാരമാർഗം സ്വീകരിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകാതിരുന്നത് മൂലമാണ് ചൊവ്വാഴ്ചയും വെള്ളക്കെട്ട് ആവർത്തിച്ചത്. ആശുപത്രി പടിയിലെ നിരവധി കടകളിലാണ് വെള്ളം കയറിയത്. ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ വെള്ളമാണ് കടകളിലേക്ക് ഒഴുകിയത്. റോഡിലെ യാത്രയും ദുരിതം നിറഞ്ഞതായിരുന്നു. ബസ്സുകളിൽ യാത്രക്കാർക്ക് കയറാനോ ഇറങ്ങാനോ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. ആശുപത്രി കോമ്പൗണ്ടിലേക്കും മലിനജലം ഒഴുകിയെത്തി. മർച്ചന്റ് അസോസിയേഷൻ മുനിസിപ്പൽ അധികൃതർക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നെങ്കിലും നടപടികളുണ്ടായില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം ഉണ്ടായ കനത്ത മഴയിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിലുള്ള എല്ലാ കടകളിലും വെള്ളം കയറുകയും ഇവിടെ റോഡിൽ ഭയങ്കരമായ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു. മർച്ചൻ്റ് അസോസിയേഷൻ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തെങ്കിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പുറകിലുള്ള കാന മണ്ണിട്ട് മൂടുകയും ഇതിൽ വെള്ളം പോയിക്കൊണ്ടുന്ന എല്ലാ വഴികളും എല്ലാവരും മണ്ണിട്ട് നിരത്തുകയും ചെയ്തു. എല്ലാ ദിവസവും ഇങ്ങനെ കടകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയും കനത്ത വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദയവായി എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിൻ്റെ വിശദീകരണം. വ്യാപാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തുകയും ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തികൾ വെള്ളം ഒഴുകിയിരുന്ന ഓട മൂടുകയും കൈവശപ്പെടുത്തുകയും ചെയ്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മർച്ചൻ്റ് അസോസിയേഷൻകാർ ഉൾപ്പെടെ പറഞ്ഞു അത് മാറ്റണം, അത് മാറ്റുക, ഞങ്ങളെല്ലാം സഹകരിക്കാമെന്ന് പറഞ്ഞ് മർച്ചൻ്റ് അസോസിയേഷൻകാരെ എല്ലാവരും ഒപ്പിട്ട് തന്ന ഒരു പരാതി വരെ ഇവിടെ തരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ അന്വേഷണം നടത്തുകയും ചെയ്തു. ഓരോ വ്യക്തികൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ, അതായത് തടസ്സപ്പെടുത്തിക്കൊണ്ട് മതിൽ കെട്ടുകയും മണ്ണിട്ട് നികത്തുകയും ചെയ്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് തടസ്സമൊന്നുമില്ല, ഞങ്ങളത് മാറ്റി തന്നോളാം, നഗരസഭ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. ഇതിനകത്ത് ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് പ്രിൻസ് വർക്കിയും സലീഞ്ചറി കൗൺസിലർ, അതുപോലെ ആ ഭാഗത്തുള്ള മിനി മാത്യു കൗൺസിലർ എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങളിത് അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞത് അവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം ചില വ്യക്തികൾ അനധികൃതമായിട്ട് ഈ ഓട മൂട്ടുകയും അത് കെട്ടിയെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയം കൗൺസിൽ യോഗം ചർച്ച ചെയ്യുകയും വെള്ളക്കെട്ട് ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾക്ക് ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ഫണ്ട് മുനിസിപ്പാലിറ്റി ചെലവഴിക്കുമെന്നും വൈകാതെ നടപടിയുണ്ടാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കൗൺസിലിൽ ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് ചർച്ചയുണ്ടായി. കൗൺസിൽ ഐക്യകണ്ഠേന ഇതിന് തീരുമാനങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് എന്ന് പ്രതിപക്ഷവും കൂടി ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇത് കൗൺസിൽ ഞങ്ങൾ വെച്ചത് തന്നെ ഈ അജണ്ട. അപ്പോൾ അവരും പറഞ്ഞു നമുക്കിതിനകത്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നൊരു ഐക്യകണ്ഠേന തീരുമാനം ഉണ്ടായി. അപ്പോൾ ഇതിന് എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് പൊളിച്ച് മാറ്റുമ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ഒരു അടന്നു പോയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെ ആ പ്രദേശത്ത് നമ്മൾ കയ്യാല കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാശനഷ്ടം പ്രൈവറ്റ് വ്യക്തികൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അതോടുകൂടി നഗരസഭ പണം വഹിച്ചുകൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായും ശാശ്വതമായും പരിഹരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത്തവണത്തെ ഭരണസമിതി ഞങ്ങൾ പോകുന്നത്. ഭരണസമിതിയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. മുനിസിപ്പാലിറ്റിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വേനൽ മഴയിലും പിന്നീട് കാലവർഷക്കാലത്തും നിത്യദുരിതമാകും ഇവിടെ സൃഷ്ടിക്കപ്പെടുക. GTV ന്യൂസ്, കോതമംഗലം.